എന്നെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. വീട്ടിലിരുന്ന് നമുക്കും ഒരു വരുമാനമുണ്ടാക്കാം. മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ സ്വന്തമായിട്ട് ഒരു വരുമാനം, ചെറുതാണെങ്കിലും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ കോഴി വളർത്തൽ അനുഭവമാണ് പങ്കുവെച്ചത്. ഒരുപാട് വീട്ടമ്മമാർ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് നിങ്ങൾ നൽകിയ ആ ഒരു സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നെപ്പോലെ കോഴി വളർത്തൽ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും വളർത്തുന്നവർക്കും എങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് അതൊരു ബിസിനസ് ആക്കിയെടുക്കാം, എങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം, അതുപോലെ കസ്റ്റമറുടെ ആ ഒരു വിശ്വാസം എങ്ങനെ നേടിയെടുക്കാം, നമുക്ക് നേരിടേണ്ടി വരുന്ന നല്ല വശങ്ങളും ദോഷവശങ്ങളും, എൻ്റെ വീട്, എൻ്റെ സാഹചര്യം, എൻ്റെ കഴിവ്, ഇതിനനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതാണ് ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത്. കണ്ടെത്തിയാൽ മാത്രം പോരാ. നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു വരുമാന മാർഗം തുടങ്ങിയെന്ന് നമ്മളും വീട്ടുകാരും മാത്രം അറിഞ്ഞാൽ പോരാ. അത് നാട്ടുകാർ മൊത്തം അറിയണം, എന്നാലേ നമ്മൾ സക്സസ് ആവുള്ളൂ. എനിക്ക് ഇൻബോക്സിൽ കൂടുതലായിട്ടും വന്ന മെസ്സേജുകൾ, ചേച്ചി ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, സ്ഥലമില്ല, അതുപോലെ അയൽവാസികൾ പ്രശ്നമാണ്, ആരും സപ്പോർട്ട് ചെയ്യാറില്ല, കൂടില്ല, അങ്ങനെ ഒരുപാട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കോഴി വളർത്തൽ മാത്രമല്ല നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ കോഴികളെ വളർത്തുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും അതുതന്നെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ അങ്ങനെ കോഴി വളർത്തലിൽ ഒരു എക്സ്പേർട്ടൊന്നുമല്ല കേട്ടോ. ഒരുപാട് അറിവുകളും ഇല്ല. എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ഓരോ കാര്യങ്ങളും പഠിച്ചെടുത്തത്. എൻ്റെ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഞാൻ തിരഞ്ഞെടുത്തത് കോഴി വളർത്തലാണ്. അതിൽ ഞാൻ സക്സസ് ആയിട്ടുമുണ്ട്. എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. എൻ്റെ ജോലി എന്താണെന്ന് ആരെന്നോട് ചോദിച്ചാലും എനിക്ക് കോഴി വളർത്തലാണ് എന്ന് പറയുന്നതിൽ ഒരു നാണക്കേടുമില്ല. നമുക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ഈശ്വരൻ നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളാരും അത് പുറത്തെടുക്കുന്നില്ല. വിദ്യാഭ്യാസം ഒരുപാടുണ്ടായിട്ടും സാഹചര്യം കൊണ്ട് പുറത്ത് ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അവർക്ക് സമയം കണ്ടെത്തി കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ ട്യൂഷൻ എടുക്കാം. അങ്ങനെ നല്ലൊരു വരുമാനം അവർക്ക് മാസത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഡെലിവറി ചെയ്യാം. പിന്നെ പൂക്കൾ, ചെടികൾ, ഇതൊക്കെ വളർത്താൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അവർക്കൊരു നഴ്സറി പോലെ ചെറിയ രീതിയിൽ തുടങ്ങാം. അതുപോലെ തയ്യൽ അറിയുന്ന ആൾക്കാർ, ബേക്കിംഗ് അറിയുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മേഖല നമ്മൾ തിരഞ്ഞെടുക്കുക. ഞാൻ തിരഞ്ഞെടുത്തത് കോഴി വളർത്തലാണ്. കോഴി വളർത്തൽ എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നും അതൊരു ബുദ്ധിമുട്ടല്ലേ, ലാഭമുണ്ടാകുമോ, നഷ്ടക്കച്ചവടമല്ലേ എന്നൊക്കെ. എന്ത് ജോലിയായാലും അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ? കോഴി വളർത്തലായിക്കോട്ടെ, സ്റ്റിച്ചിങ് ആയിക്കോട്ടെ, ബേക്കിംഗ് ആയിക്കോട്ടെ. പക്ഷേ അതും പറഞ്ഞിട്ട് നമുക്കിത് നിർത്തിപ്പോകാൻ പറ്റുമോ? ഒരിക്കലില്ല അല്ലേ? നമ്മൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. എങ്കിൽ മാത്രമേ നമ്മൾ സക്സസ് ആവുള്ളൂ. ഇനി കോഴി വളർത്തലിൽ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. 1. ചെറിയ രീതിയിൽ തുടങ്ങാം. ആദ്യം തന്നെ പോയിട്ട് 50 അല്ലെങ്കിൽ ഒരു 100 കോഴീനെ വാങ്ങേണ്ട യാതൊരു ആവശ്യം ഇല്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് വലിയ റിസ്ക്കാണ്. പ്രത്യേകിച്ച് കോഴീനെയൊക്കെ വളർത്തിയിട്ട് ഒട്ടും പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് 8ൻ്റെ പണി കിട്ടും. സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 അല്ലെങ്കിൽ ഒരു 10 കോഴീനെ വാങ്ങിയിട്ട് തുടങ്ങാം. അതാകുമ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാനും എളുപ്പമാണ്. അതുപോലെ കുറഞ്ഞ ചിലവ് മതി കേട്ടോ. കോഴിയെ ഒട്ടും വളർത്തിയിട്ട് ശീലമില്ലാത്തവരാണെങ്കിൽ അവർക്കൊരു പരിചയം കിട്ടും. അതുപോലെ അസുഖങ്ങൾ വന്നാൽ പെട്ടെന്ന് കൈകാര്യം ചെയ്യാനും സാധിക്കും. എന്തെങ്കിലും സംഭവിച്ചാൽ ഒരുപാട് നഷ്ടം വരികയില്ല. പിന്നെ ഒരു 6 മാസം വളർത്തുന്ന സമയത്ത് നമുക്ക് അറിയാൻ കഴിയും ഇനി ഇത് മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളത്. 2. തുടക്കത്തിൽ ഒരുപാട് പൈസ ചിലവാക്കണ്ട. ചെറിയൊരു കൂട്, ഭക്ഷണം, വെള്ളം, ഇതൊക്കെ മതി. പിന്നീട് പതിയെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വരുമാനം കിട്ടിത്തുടങ്ങിയാൽ ഈ ഒരു കോഴി വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമുക്ക് വേണമെങ്കിൽ കൂടിൻ്റെ വലിപ്പമൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാം, കോഴികളുടെ എണ്ണമൊക്കെ കൂട്ടിയെടുക്കാം. അങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. 3. കാര്യം, മുട്ടയ്ക്കും കോഴികൾക്കും എപ്പോഴും ഡിമാൻഡ് ഉണ്ട്.
ആളുകൾ പണ്ടത്തെ പോലെ ആ വെള്ളമുട്ടയൊന്നും അങ്ങനെ വാങ്ങാറില്ല കേട്ടോ, വളരെ കുറവാണ്. ഫ്രഷ് മുട്ടയും കോഴിയും എപ്പോഴും ആളുകൾക്ക് വേണം. ഇപ്പോൾ കുട്ടികൾക്കെല്ലാം പുറത്തുനിന്ന് മുട്ട അങ്ങനെ ആരും വാങ്ങി കൊടുക്കാറില്ല. നല്ല സാധനം നമ്മുടെ വീട്ടിൽ കിട്ടുമ്പം പുറത്തുനിന്ന് ആരെങ്കിലും വാങ്ങി കൊടുക്കുമോ? ഇല്ലല്ലേ. നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ കസ്റ്റമർ സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങും. അങ്ങനെ ഒരുപാട് നല്ല നല്ല കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടും. 4. വീട്ടുകാര്യങ്ങൾ നോക്കിക്കൊണ്ട് ചെയ്യാം. അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. വീട്ടിലെ കാര്യങ്ങളും നടക്കും, നമ്മുടെ കാര്യങ്ങളും നടക്കും. മുട്ട വിൽക്കാം, കോഴിയെ വിൽക്കാം, അതുപോലെ കോഴിക്കാഷ്ടം വളമാക്കി വിൽക്കാം കേട്ടോ. ഇനി അടുത്തത് എങ്ങനെയാണ് നമുക്കൊരു കസ്റ്റമറെ കണ്ടെത്തുന്നത് എന്നുള്ളത് നോക്കാം. കോഴീനെയൊക്കെ വാങ്ങി മുട്ടയൊക്കെ ഇട്ടു. ഇനി മുട്ട എവിടെ വിൽക്കും, കോഴീനെ എവിടെ വിൽക്കും എന്നുള്ള ഒരു സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അത് എങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണേ. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. അയൽവാസികളോടും ബന്ധുക്കളോടും ഫ്രണ്ട്സിനോടും ഒക്കെ പറയാം ഞാനിങ്ങനെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിൽ ഇങ്ങനെ സ്റ്റാറ്റസ് വയ്ക്കുക. അത് കാണുമ്പോൾ ആളുകൾ മനസ്സിലാക്കും, ഇവരുടെ വീട്ടിൽ കോഴീനെ വളർത്തുന്നുണ്ട്, അവിടെ ചെന്നാൽ കോഴി മുട്ടയൊക്കെ കിട്ടും എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് വെക്കണം എന്ന് പറയുന്നത് അവരോടൊരിക്കലും മറന്നു പോകാൻ പാടില്ല. അവരെപ്പം നമ്മൾ സ്റ്റാറ്റസ് കണ്ടാലും അല്ലെങ്കിൽ അവർക്ക് നമ്മളെപ്പോൾ കാണുമ്പോൾ ആദ്യം ഓർമ്മ വരേണ്ടത് ഇവരുടെ വീട്ടിൽ കോഴിയുണ്ട്, അതായിരിക്കണം അവരുടെ മൈൻഡിൽ ആദ്യം വരേണ്ടത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക. സ്റ്റാറ്റസ് ഇടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ മുട്ടയൊക്കെ നല്ല പാത്രത്തിലൊക്കെ വെച്ചിട്ട് നല്ല കളർഫുള്ളായിട്ട് കോഴികളൊക്കെ നല്ല നല്ല വീഡിയോസ് എടുത്തിട്ട് നല്ല ഭംഗിയിൽ വേണം സ്റ്റാറ്റസ് വയ്ക്കാൻ. നിങ്ങൾ ഒട്ടും വൃത്തിയില്ലാതെ അങ്ങനെയൊന്നും എടുത്ത് സ്റ്റാറ്റസ് ഇടരുത്. അത് കാണുമ്പോൾ ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അവർ വീഡിയോയിലൂടെ നമ്മുടെ കോഴീനെ ഇഷ്ടപ്പെടണം. എങ്കിൽ മാത്രമേ അവർ അതിനെ അന്വേഷിച്ച് നമ്മുടെ വീടുകളിൽ എത്തുള്ളൂ. കോഴിക്കടകളിലൂടെയും നമുക്ക് കസ്റ്റമറിനെ കണ്ടെത്താം കേട്ടോ. നമ്മൾ കടയിൽ ചിക്കൻ വാങ്ങാൻ പോകുന്ന ആളുകളാണെങ്കിൽ, സ്ഥിരമായിട്ട് പോകുന്നവരാണെങ്കിൽ നമുക്കവരെ പരിചയം ഉണ്ടാവും. ഇനി സ്ഥിരമായിട്ടല്ല വല്ലപ്പോഴും പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവരെ പരിചയപ്പെടുക, എന്നിട്ട് കാര്യം പറയാം കേട്ടോ. ഞാനിങ്ങനെ കോഴീനെ വളർത്തുന്നുണ്ട്, പൂവൻ കോഴി, പെടക്കോഴി, അതുപോലെ മുട്ട എല്ലാം കയ്യിലുണ്ട്, ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം. എന്നിട്ട് നമ്മുടെ ഫോൺ നമ്പർ അവർക്ക് കൊടുക്കുക. ഇതുപോലെ ഏതെങ്കിലും കസ്റ്റമർ വന്നാൽ അവർ നമ്മളെ തീർച്ചയായിട്ടും വിളിക്കും. കാരണം ഈ ഒരു കച്ചവടത്തിൽ അവർക്കും എന്തെങ്കിലും ചില്ലറ കിട്ടും. പിന്നെ നമ്മൾ ചെറിയൊരു വെയിറ്റ് മെഷീൻ വാങ്ങി വെക്കുക കേട്ടോ. വെയിറ്റ് ശരിയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കോഴിപ്പീടികയിൽ വരുന്ന ഓരോ കസ്റ്റമേഴ്സും അവർക്ക് 1.5 കിലോ അല്ലെങ്കിൽ 1 kg അങ്ങനെയാണ് വെയിറ്റ് വേണ്ടത്. അവർ നമ്മളെ വിളിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു വെയിറ്റിലുള്ള കോഴീനെ കൊടുക്കണമെങ്കിൽ നമ്മളെടുത്ത് ഉറപ്പായിട്ടും വെയിറ്റ് നോക്കുന്നൊരു മെഷീൻ വേണം. പിന്നെ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. ആ കടക്കാരന് നമ്മളിൽ ഒരു വിശ്വാസം വന്നാൽ പിന്നെ നമുക്ക് റിപ്പീറ്റായിട്ട് ഓർഡർ കിട്ടും കേട്ടോ. എപ്പം ഒരു കോഴിക്ക് ആളുകൾ വന്നാലും നമ്മളെ തന്നെ ആ ഒരു കടക്കാരൻ വിളിക്കുള്ളൂ. അല്ലാതെ പൈസ കിട്ടണം, മുട്ട വിൽക്കണം, കോഴിയെ വിൽക്കണം എന്ന് മാത്രം ചിന്തിക്കരുത്. ഇതിലൂടെ നമ്മൾ ഒരുപാട് ആളുകളെ പരിചയപ്പെടും. നമ്മൾ നല്ല രീതിയിൽ കൊടുത്താൽ, സത്യസന്ധമായിട്ട് പെരുമാറിയാൽ, ഇന്ന് വന്ന കസ്റ്റമർ നാളെ അയാളുടെ ഒരു സുഹൃത്തിനെയും കൂട്ടിയിട്ടായിരിക്കും വരിക. കസ്റ്റമേഴ്സിന് ഇഷ്ടമായാൽ അവർ പിന്നെ സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങും കേട്ടോ. അവർ പിന്നെ പുറമേ നിന്ന് എവിടെ നിന്നും അവർ വാങ്ങില്ല. അവർക്ക് അറിയുന്ന ആളുകളോടൊക്കെ അവർ പറയും. അവരും നമ്മളെടുത്ത് തന്നെ വന്നിട്ടാണ് സാധനങ്ങൾ വാങ്ങുക. നമ്മൾ കോഴിത്തീറ്റ വാങ്ങാൻ പോകുന്ന കടകളിൽ, അതുപോലെ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന പരിചയമുള്ള കടകളൊക്കെ ഉണ്ടാവുമല്ലോ, അവരോടൊക്കെ ഒന്ന് കാര്യം പറയാം. ഞാനിങ്ങനെ വീട്ടിൽ കോഴീനെ വളർത്തുന്നുണ്ട്, കോഴിയും കോഴിമുട്ടയൊക്കെ കൊടുക്കാനുണ്ട് എന്നുള്ളത്. എന്നിട്ട് അവർക്ക് ഫോൺ നമ്പറും കൂടി കൊടുക്കുക. നമ്മൾ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ഷോപ്പാണെങ്കിൽ അവർക്ക് നമ്മളെ പരിചയം ഉണ്ടാവും, നമുക്ക് അവരെയും പരിചയം ഉണ്ടാവും. അല്ലാതെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത എവിടെയും കൊണ്ടുപോയിട്ട് നിങ്ങൾ ഫോൺ നമ്പറൊന്നും കൊടുക്കരുത് കേട്ടോ. പിന്നെ ഹോം ഡെലിവറി, അത് ഈ ഒരു കാര്യത്തിൽ അത്യാവശ്യമാണ്. സ്വന്തമായിട്ട് 2 വീലറുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഹോം ഡെലിവറി ചെയ്യാം കേട്ടോ. നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ ഇടുമ്പം പലരും പറയുന്നൊരു കാര്യമാണ് വന്ന് വാങ്ങാൻ പറ്റില്ല എന്നുള്ളത്, കൊണ്ടുതരാമോ എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഡെലിവറി ചാർജൊക്കെ ഇടാം കേട്ടോ. ഒരുപാട് ദൂരേക്കാണെങ്കിൽ, അടുത്താണെങ്കിൽ പിന്നെ ഡെലിവറി ചാർജിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, റേറ്റും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ മുന്നേ തന്നെ പറഞ്ഞ് ഉറപ്പാക്കി വെക്കണം. പിന്നെ യൂട്യൂബ്, അതുപോലെ ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട്
വീഡിയോ അതുപോലെ ഫോട്ടോസൊക്കെ ഇടുക, അങ്ങനെ നമുക്ക് ഓർഡർ കിട്ടും കേട്ടോ. അതുപോലെ അതിൽ നമ്മളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ ചെയ്യാൻ കഴിയുന്നത് പോസ്റ്റർ ഉണ്ടാക്കുക. കോഴീനെ വിൽക്കാനുണ്ട്, കോഴിമുട്ട വിൽക്കാനുണ്ട്, ഫോൺ നമ്പറും കൂടി ആഡ് ചെയ്തിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കുക. അതിനങ്ങനെ വലിയ ചിലവോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ചെറിയൊരു പ്രിൻ്റ് മാത്രം മതി. അത് നമുക്ക് പോസ്റ്റിലൊട്ടിക്കാം. അതുപോലെ കടകളുണ്ടല്ലോ, ഷോപ്പിൻ്റെ ഒക്കെ ഫ്രണ്ട് ഭാഗം ചുമരുമൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ വീടിൻ്റെ മതിലിൽ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ എവിടെയാണോ പോസ്റ്റർ ഒട്ടിക്കുന്നത് അവരുടെ അനുമതിയും കൂടി വാങ്ങിയിട്ട് വേണം അത് ഒട്ടിക്കാൻ കേട്ടോ. അനുവാദം വാങ്ങാതെ ഒന്നും ചെയ്യരുത്. ഇനി കോഴി വളർത്തുന്നതിലെ പ്രശ്നങ്ങൾ, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നിന് വന്നാൽ മറ്റുള്ളവയ്ക്ക് പെട്ടെന്ന് വരും കേട്ടോ. അതുകൊണ്ട് വൃത്തിയും ശ്രദ്ധയും വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെയാണ് കാലാവസ്ഥാ പ്രശ്നം. മഴക്കാലത്ത് കോഴിക്കോട്ടിൽ ഈർപ്പം കൂടുതലായിരിക്കും. ബാക്ടീരിയ വേഗത്തിൽ വളരും. കാൽരോഗങ്ങൾ, വയറിളക്കം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ വരികയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് കൂടെ എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. പിന്നെ വേനൽക്കാലത്താണെങ്കിൽ വെയിലിൻ്റെ ചൂട് കൂടുമ്പം കോഴികളിങ്ങനെ വായ തുറന്നിട്ടാണ് ശ്വസിക്കുക. തീറ്റ കുറച്ചേ കഴിക്കുകയുള്ളൂ. അതുപോലെ അവരുടെ മുട്ടയുൽപാദനം വളരെ കുറയും. വേനലിൽ വെള്ളം അധികം വേണം. അതുകൊണ്ട് എപ്പോഴും അവർക്ക് കുടിവെള്ളം കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ പച്ചിലകളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് കൂട്ടിൽ വളർത്തുന്ന കോഴികളാണെങ്കിൽ പറിച്ചിട്ട് കൊടുക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഇനി ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താവുന്നതുമാണ്.